ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1547 ദിവസമായ ഇന്ന് 2025 ആഗസ്റ്റ് മാസം 9 ശനിയാഴ്ച. 1200 കർക്കിടക മാസം 24 ഗുരുവചനങ്ങളിലൂടെ ഗർഭിണി ഒരു വിധത്തിലും ദുഃഖിതയായി തീരരുത്. ദുർജനങ്ങളുടെ കഥകൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 29 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കല്ലാൽ തണലിൽ തെക്കുമുഖം തിരിഞ്ഞിരുന്ന് ജ്ഞാനോപദേശം ചെയ്യുന്ന ഗുരുവിൻ്റെ രൂപം പൗരസ്ത്യദേശങ്ങളിലെ പുണ്യസ്ഥലങ്ങളിലും പാശ്ചാത്യ നാടുകളിലെ മ്യൂസിയങ്ങളിലും ധാരാളം കാണാം. അത് കല്ലിൽ കൊത്തിയെടുത്തതോ ലോഹത്തിൽ വാർത്തെടുത്തതോ ആകാം. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമാകാം. നിമീലിതാക്ഷമോ അർദ്ധനിമീലിതാക്ഷമോ ആകാം. ജപ്പാനിലെ കാമകുരിയിലും പാരീസിലെ ഗ്യൂമോ മ്യൂസിയത്തിലും ഈ പ്രതിരൂപം കാണാം. അതേസമയം ഈ പ്രതിരൂപത്തിൻ്റെ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന മാതൃകകൾ പുരാതന പുണ്യഭൂമികളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ അജ്ഞാത കോണുകളിൽ ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അവർ ചിരപുരാതനമായ ഗുരുമാതൃകയെ വീണ്ടും ജീവിതമാക്കുകയും സ്വന്തം ജീവിതത്തെ ആ മാതൃകയ്ക്ക് നിദർശനമാക്കുകയും ചെയ്യുന്നു. അവർ മൗനഘനമായ ഒരേ ജ്ഞാനരഹസ്യം തന്നെ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിഗൂഢമെന്ന് തോന്നുന്ന അവരുടെ ആ മൗനം ഒരത്ഭുതം തന്നെയാണ്. ചരിത്രാതീത കാലം മുതൽ ഉണ്ടായിട്ടുള്ള അറിവിൻ്റെ എല്ലാ ഭാവസ്ഫുരണങ്ങളുടെയും ഉള്ളിൽ കൂടി അദൃശ്യമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊന്നിൻ നൂലാണത്. അതിനെ ചുറ്റിപ്പറ്റി ഭിന്നതയുള്ള ചിന്താ സമ്പ്രദായങ്ങൾ രൂപം കൊള്ളുന്നു. അതിൻ്റെ വക്താക്കളെന്ന നിലയിൽ ചരിത്രത്തിൻ്റെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് മറഞ്ഞു പോകുന്ന അവതാര പുരുഷന്മാരും മിശിഹാമാരും നിരവധിയാണ്. അവരിൽ ചിലർ ദൈവത്തിൻ്റെ വാക്കുകളിൽ തന്നെ ദൃഢമായ ഭാഷയിൽ സംസാരിക്കുന്നു. മറ്റു ചിലരാകട്ടെ അനുഭൂതി സംബന്ധമായ ഗീതങ്ങൾ കൊണ്ടും കലാരൂപങ്ങൾ കൊണ്ടും സൗമ്യമായി കാര്യം സാധിക്കുന്നു. എന്നാൽ ഇതിലെല്ലാം സാക്ഷിയായിരിക്കുന്ന അവരിലെ ഗുരുത്വം മൊഴിയാനാവാത്ത അരുളിനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.